കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോറത് നിജം. യാ മോനെ, ഇന്റർനാഷണൽ സ്റ്റഫ്, ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു പടം എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇന്റർനാഷണൽ സ്റ്റഫ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കരിയറിലെ ദ ബെസ്റ്റ് മൂവി, ടോപ്പ് നോച്ച് മൂവി. മലയാള സിനിമയില് ഇതുവരെ വരാത്തൊരു ജേണർ, മീൻസ് പാറ്റേൺ വന്നിട്ടുണ്ടാവും ജേണർ. ആ ജേണർ മലയാളത്തിന്റെ ഫുൾ ഗ്രാമർ അല്ലെങ്കിൽ ഫുൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും തിരുത്താൻ പോകുന്ന പടം, അല്ലെങ്കിൽ തിരുത്താൻ കെൽപ്പുള്ള പടം. ആ പടത്തിന്റെ ഒരു വലിപ്പം അത്രയുണ്ട്, ഭയങ്കര ഹ്യൂജ് ക്യാൻവാസിലെ ഭയങ്കര വലിപ്പമുള്ള പടം. പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ എല്ലാത്തിലുള്ള പോലെ തന്നെ ഇതിനകത്തും ഉണ്ട്. അമാനുഷികനാണോ എന്ന് ചോദിച്ചാൽ ആണോ എന്നുള്ള ചോദ്യം കിടക്കട്ടെ, പോയി തിയേറ്ററിൽ പോയി കാണും. പ്യുവർലി ഒരു ഡയറക്ടോറിയൽ മൂവിയാണ്. ഡയറക്ടറിന്റെ കാഴ്ചപ്പാട് മാത്രമാണ് സിനിമയിലുള്ളത്. ഒരു മോഹൻലാൽ എന്നുള്ള സൂപ്പർ സ്റ്റാറിനെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ മോഹൻലാൽ എന്നുള്ള ഒരു മെഗാ സ്റ്റാർ, കംപ്ലീറ്റ് ആക്ടർ, അങ്ങനെയുള്ള സാധനങ്ങൾ ഇന്ന് ഞാൻ കണ്ടറേ. മോഹൻലാലിനെ കണ്ണഭിനയിക്കണം ഇന്ന് ഞാൻ കണ്ടു. സെക്കൻഡ് ഹാഫിൽ ഒരു സീനിൽ അയ്യോ പഴയ ആ ഒരു മോഹൻലാലിനെ ഞാൻ ഇന്ന് കണ്ടു. ആരാ പറഞ്ഞ മോഹൻലാലിനെ കണ്ണഭിനയിക്കത്തില്ലെന്ന്? ഇന്ന് ഞാൻ കണ്ടു കണ്ണഭിനയിക്കണത്. ആളുടെ ഓരോ പാർട്ടും അഭിനയിക്കുന്നുണ്ട്, ഇന്ന് ഞാൻ കണ്ടു ആ പടത്തിൽ. വാനപ്രസ്ഥം, ഗുരു, അങ്ങനെയുള്ള സിനിമകൾ ചെയ്തിട്ട് പേരുണ്ടാക്കിയ ആ ഒരു ലാലേട്ടൻ ഇന്ന് ഞാൻ കണ്ടു. പിന്നെ ഈ പടത്തിന് ഓഫ് കോഴ്സ് ഒരു മിക്സർ റിവ്യൂ ആയിരിക്കും വരാൻ പോണത്. എങ്ങനെ വന്നാലും അങ്ങനെ തന്നെ വരത്തുള്ളൂ. നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ടാവും. ഈ പടത്തിന് ഒരു മിക്സർ റിവ്യൂ ആയിരിക്കും വരണത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ചിലപ്പോൾ മോഹൻലാൽ ഫാൻസ് തന്നെ പറയുമായിരിക്കാം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഫസ്റ്റ് ഷോ കണ്ടിട്ട്, ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ മീൻസ് പലരുടെയും കയ്യിൽ ആ പൊട്ടിക്കണ സാധനമൊക്കെ കയ്യിരിപ്പുണ്ട്. അവർക്ക് ആ ഇത് എവിടെ പൊട്ടിക്കണം എന്നുള്ള അവർക്ക് മനസ്സിലായില്ല. ഇൻട്രോ കാണിക്കുമ്പോൾ പൊട്ടിക്കാൻ വെച്ചപ്പോൾ ഇൻട്രോ ഭയങ്കര നോർമൽ, ഒരു BGM പോലും കൊടുക്കാതെ ഒരു പ്ലെയിൻ ഇൻട്രോ ആയിട്ട് പോയി. അപ്പൊ അവിടെ പൊട്ടിക്കാൻ പറ്റിയില്ല. പിന്നെ അടുത്തത് എവിടെ പൊട്ടിക്കണം എന്ന് നോക്കിയപ്പോ പിന്നെ വന്നേക്കണ സീനുകളെല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ള സീൻസാണ്. അപ്പൊ ആ സമയത്ത് പൊട്ടിക്കാൻ പറ്റില്ല. പിന്നെ ഭയങ്കര എലിവേറ്റഡ് ചെയ്യുന്ന സീൻസിലെല്ലാം മറ്റു പലരും കൂടെ ഉണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലാലേട്ടൻ മാത്രമായിട്ട് അത് പൊട്ടിക്കാൻ പറ്റില്ല. ലാലേട്ടന്റെ തിയേറ്ററിലാണ് ഞാൻ കണ്ടതും, ആശീർവാദിൽ നിന്ന് കണ്ടതും. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം അവർക്കത് എത്രത്തോളം ദഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. എന്നിരുന്നാലും ഒരു മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എന്നെ കംപ്ലീറ്റ്ലി ഈ പടം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ പടം സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. ഈ പടം എങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് ഡയറക്ടർ ഉദ്ദേശിച്ചോ, അല്ലെങ്കിൽ ആ ക്രൂ എങ്ങനെ ഉദ്ദേശിച്ചോ അതുപോലെ തന്നെ പ്ലേസ് ആയിട്ടുണ്ട്. ഒരു കാലമില്ല, ഒരു ദേശമില്ല, ഒരു സ്ഥലം, ഒരു ടൈം പീരീഡ് ഒന്നും പറയാനില്ല. ഇത് എപ്പോൾ എന്നിറക്കിയാലും ഈ പടം അന്നത്തെ ഫ്രഷ്നെസ് പടമാണ്. ഒരു 30 കൊല്ലം കഴിയുമ്പോൾ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഗുരു അന്നിറങ്ങിയ പടം, ഗുരു കാലപ്പാനിയൊക്കെ അന്നിറങ്ങിയിട്ട് അന്ന് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്ന പടം ഇന്ന് അത് പറയുന്നുണ്ട്, അത് ക്ലാസ് ആണ്, വാനപ്രസ്ഥം ക്ലാസ് ആണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാല് അന്ന് ആ പടത്തിന് നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല, ഇന്ന് ആ പടത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. ഈ പടം ഇന്ന് നമ്മൾ ഉൾക്കൊള്ളണം, ഇല്ലെങ്കിൽ ഒരു 30 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ അടുത്ത തലമുറക്കാർ ഉൾക്കൊള്ളേണ്ട വരും. കാരണം അതുപോലത്തെ ഒരു ക്ലാസ് പടമാണ്. എന്റെ ചോദ്യം പാപ്പച്ചനോടാണ്. എന്റെ പൊന്നു ടീനു പാപ്പച്ച, ഇൻട്രോ സീൻ തിയേറ്റർ കുലുക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പടത്തിൽ കുറച്ച് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ സ്ക്രീനിൽ നമ്മുടെ ആ ഒരു ടൈറ്റിൽ കാർഡ് ഇപ്പൊ എഴുതി കാണിക്കുന്ന നമ്മൾ ക്യാമറ നോക്കിയിരിക്കുമ്പോ ഒന്നും കാണിക്കില്ല. ഇങ്ങനെ എടുക്കാൻ വേണ്ടി വരുമ്പോഴേക്കും അതിങ്ങനെ ഓടിപ്പോവും, ഇങ്ങനെ ഓടിപ്പോവും. അപ്പൊ അത് മനഃപൂർവ്വം ചെയ്തേക്കണാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടൈറ്റിൽ പോലും ഒരു ഫോട്ടോയിൽ പുറത്തോട്ട് പോകരുത്. അവരെന്താണോ കൊടുത്തേക്കണം അത് മാത്രമേ പുറത്തു പോകാവൂ. 1. 2, ഇവരെന്താണോ ഉദ്ദേശിച്ചത് അത് വ്യക്തമായിട്ട് നടന്നിട്ടുണ്ട്. ഒരു ബിറ്റ് സാധനം പോലും അവർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ബിറ്റ് പോലും പോവാത്തതിന്റെ ഫ്രഷ്നെസ് ഈ പടത്തിനുണ്ടായിരുന്നു. അവർ കൊടുത്ത ടൈറ്റിൽ കാർഡ് മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ, മറ്റൊന്നും കിട്ടാൻ വഴിയില്ല. ഇനിയിപ്പോ 2-3 പ്രാവശ്യം കാണുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ 2ാമത്തെ പ്രാവശ്യം കാണുമ്പോൾ കിട്ടുമായിരിക്കും. ഫസ്റ്റ് കാണുന്നവർക്ക് ആ ടൈറ്റിൽ കാർഡ് ഒരിക്കലും ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, സ്റ്റാറ്റസ് ഇടാൻ പറ്റത്തില്ല. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഡയറക്ഷൻ എന്നുള്ള സാധനം ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യമാണ്. മീൻസ് ഇതുപോലത്തെ ഒരു മൾട്ടി യൂണിവേഴ്സ് പടം തന്നെ പറയാം. പാൻ ഇന്ത്യൻ പടമൊന്നുമല്ല, പാൻ യൂണിവേഴ്സ് പടം തന്നെ പറയാം. ഏത് ലാംഗ്വേജിൽ എവിടെ ഇറക്കിയാലും ആ പടത്തിനൊരു ഫ്രഷ്നെസ് ഉണ്ട്, ആ പടത്തിനൊരു ക്ലാസ് ഉണ്ട്, ആ പടത്തിനൊരു ക്ലാരിറ്റി ഉണ്ട്. ഇത് ഇന്ന സ്ഥലത്ത് വർക്ക് ആവുന്ന പടമാണെന്നുള്ള ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ അത് എവിടെ വേണമെങ്കിലും ഇറക്കാം. അത് ലിജോയുടെ ബ്രില്യൻസ് ആണ്. പടത്തിൽ പോയിക്കണ ഫോക്ക് സോങ്സ് കൂടുതൽ എല്ലാം ഫോക്സ് ആണ്. ആ ഒരു റാക്ക് മാത്രമേ ഒരിത്തിരി ഇതിൽ പോകണുള്ളൂ, ഓഫ് ബീറ്റിൽ പോകണുള്ളൂ. ബാക്കി എല്ലാം ഒരു ഫോക്ക് സോങ്സാണ് പോയേക്കണത്. ലാസ്റ്റ് ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുമ്പോ, അതായത് ഒരു സസ്പെൻസ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടോ,
ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുമ്പോൾ അവിടെ കൊടുക്കണവർ മാത്രമാണ് ഒരു ഹിപ്പ് ഹോപ്പ് സോങ് കൊടുത്തേക്കുന്നത്. ബാക്കി ഫുള്ള് ബീജി അടക്കം എല്ലാം ഒരു ഫോക്ക് സോങ്, ഒരു ഓൾഡ് ക്ലാസിക് മെലഡി സാധനങ്ങളാണ് എല്ലാം കൊടുത്തേക്കുന്നത്. അത് ലിജോയുടെ എല്ലാ പടത്തിലും തന്നെയാണെന്ന് തോന്നുന്നു. പിന്നത്തെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ലിജോയുടെ ഫ്രെയിംസ് സെറ്റ് ചെയ്തേക്കണ ആംഗിൾസും ഫ്രെയിംസും ലോങ് ഷോട്ടിന്റെ ഉസ്താദ പുള്ളി, വൈഡ് ആംഗിൾ ഷോട്ടിന്റെ. അതായത് മനുഷ്യരെല്ലാം ഒരു ഉറുമ്പുകളുടെ ലെവലിൽ കാണിക്കുന്ന ഷോട്ട്സ് ഉണ്ട്. അതായത് മനുഷ്യരെല്ലാം അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്ത് കുറെ ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ട്. പടം ഇങ്ങനെ കീറി മുറിച്ച് അനലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ യൂട്യൂബിൽ, അവർക്ക് ഇതിനകത്ത് പറയാനായിട്ട് ഒരുപാടുണ്ടാവും. ഉണ്ണി വ്ളോഗ്സിനൊക്കെ ഒത്തിരി പറയാനുണ്ടാവും. കാലത്തിന്റെ അതീതമായ മറ്റത് മറിച്ചതൊക്കെ പറഞ്ഞ് കുറെ പറയാനുണ്ടാവും. ഉണ്ണി വ്ളോഗ്സിനുണ്ടാവും. പിന്നെ ഡോൾഡോ അങ്ങനെ ഒരുത്തരുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഭയങ്കര ഒരു മാസത്തേക്കുള്ള ഒരു സാധനം ഉണ്ട് ഈ പടത്തിൽ. പടം 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ കഴിഞ്ഞ് ഇവിടെ കൊണ്ട് തീർത്തായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷെ ആ പടത്തിന്റെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു 1.5 മണിക്കൂർ നിന്ന് 1.25 അവിടെ വരെയുള്ള ഒരു സമയം ഉണ്ടല്ലോ, ആ പടം നമുക്കൊരു കുറച്ച് ഓഫ് പേസ് ആണ് പടം. ഇങ്ങനെ പേസ് കുറച്ച് ആ പടം ഇങ്ങനെ പോയിരുന്ന പടം ഇങ്ങനെ താത്തി പേസ് കുറച്ച് താന്നിട്ട് പിന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ആൾക്കാർക്ക് കുറച്ച് ചിലപ്പോൾ നീരസം അടിക്കാം. പക്ഷെ ആ പടം നീരസം അടിക്കണമെന്ന് വെച്ചാൽ വലിയൊരു കുതിപ്പിന്റെ, മറ്റേ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനെന്ന് പറയാനല്ലേ, അതുപോലെ വലിയൊരു കുതിപ്പിന്റെ സാധനമാണ് ആ ഒതുക്കണത്. അവിടെ ഒതുക്കിയോണ്ട് ആ പടത്തിന് അത്രയും ഒരു പിക്കപ്പ് പിന്നെയും കയറുവാണ്. ഇനി എന്തിനാ ഇങ്ങനെ വലിച്ചു കഴിക്കണമെന്ന് വിചാരിക്കുന്ന സമയത്താണ് പടത്തിന്റെ മെയിൻ ഘടകം സാധനം കടന്നു വരുന്നതും. പിന്നീട് അങ്ങോട്ട് കാണിക്കുന്ന മൊത്തം നിങ്ങൾ യൂട്യൂബേഴ്സ് ആരും തന്നെ പറയരുത്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെറ്റത്തരമാണ്. അത് തിയേറ്ററിൽ തന്നെ കാണണം. ഇത് എല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ തള്ളി മറിച്ച് ഉണ്ടാക്കേണ്ട പടമല്ല. ഇതിന് ഓഫ് കോഴ്സ് നെഗറ്റീവ് വരും. നെഗറ്റീവ് പറയാൻ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. ചില സീൻസ് ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസിലാണ് പോണത്. അത് ആ സൈലൻസ് എൻജോയ് ചെയ്യണം. അങ്ങനത്തെ ഒരു പാറ്റേൺ മൂവിയാണ്. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് കാണണം. അതുകൊണ്ടാണ് ഇതിനൊരു എന്ത് കാറ്റഗറിയാണ്, എന്ത് ജോണറാണ്, എന്താണ് മലയക്കോട്ട് വാലം എന്ന് ചോദിച്ചിട്ട് പോലും അവരൊന്നും പറഞ്ഞില്ല. ഓഫ് കോഴ്സ് ഇതൊരു ഫോക്ക് സ്റ്റോറിയാണ്. ഒരു നാടോടിക്കഥ പോലെ പറഞ്ഞു പോണ, അല്ലെങ്കിൽ ഒരു അമാനുഷികനാണോ എന്ന് ചോദിച്ചാൽ ആണോ എന്ന് പറയാൻ പാടില്ലാത്തൊരു ഒരു മനുഷ്യന്റെ കഥയെ കുറിച്ച് പറഞ്ഞു പോകുന്ന, അയാളുടെ ജനനം എങ്ങനെയാണ്, അയാളുടെ അയാളുടെ കാര്യങ്ങൾ എന്താണ്, അയാളുടെ കഴിവെന്താണ്, അല്ലെങ്കിൽ അയാൾ എന്തിലൂടെ കടന്നു പോകുന്നതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു പടമാണ്. ഓഫ് കോഴ്സ് പടത്തിൻ്റെതായിട്ടുള്ള പ്രൈവസി ഉണ്ട്. ആ പടം നിങ്ങൾ കാണുക. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എല്ലാം ഡിസ്ക്ലോസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ആ പടം തിയേറ്ററിൽ കാണാനുള്ള എൻട്രി അടിപൊളിയാണ്. ചുമ്മാ പറയല്ല, പടം തിയേറ്ററിൽ പോയി കാണാനുള്ള പടം ഉണ്ട്. പിന്നെ ലാലേട്ടൻ പറഞ്ഞ മാതിരി ഇതിനൊരു 2ാം ഭാഗം ഉണ്ടോ വേണോ എന്നുള്ളത് നമ്മൾ വേണം തീരുമാനിക്കാൻ. എന്നെ സംബന്ധിച്ച് 2ാം ഭാഗം വേണം. കാരണം അവിടെയാണ് സിനിമ ഇരിക്കണത്. പടത്തിന്റെ എലമെന്റ് ഇരിക്കണത് 2ാം ഭാഗത്തിലാണ്. 1ാം ഭാഗത്തില് ഒരു പ്രീ ഇൻസ്റ്റാൾമെന്റ് എന്നുള്ള മൂവിയിൽ ഇത് കൂടുതൽ കാണിക്കാൻ പറ്റത്തില്ലടേ. പ്രീ ഇൻസ്റ്റാൾമെന്റ് ആണ്. ഓവർ ജഡ്ജ്മെന്റ് വേണ്ട, ഓവർ ഹൈപ്പ് വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് വന്ന് കാണുക, എൻജോയ് ചെയ്യുക. പടം വന്ന് എൻജോയ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു നൈസ് പടമാണ്. ബാക്കിയൊന്നുമില്ലടേ. ഞാൻ അധികം പറഞ്ഞു ഇതാക്കണമെന്നില്ല. തിയേറ്ററിൽ പോയി ഞാനൊന്ന് ഡോക്ടറെയും കാണട്ടെ.